പ്രിയപ്പെട്ടവരെ, കുഞ്ഞാവയും ഞാനും ആദും നഷിയും കൂടി ദുബായിലേക്കാണ്. ദുബായിൽ കരാമയിലെ ഒരു ബേക്കറി ഉദ്ഘാടനം. ഞങ്ങളവിടെ എത്തി. ഫുൾ ഫാമിലി ഞങ്ങളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെ സ്വീകരിച്ചു. കിടിലൻ മനുഷ്യന്മാരായിരുന്നു കേട്ടോ. അവർ ഹോട്ടലിലെത്തിയപ്പോൾ ഞെട്ടിപ്പോയി. ഞാൻ 2 പ്രോഗ്രാം ചെയ്ത അതേ ഹോട്ടൽ. പിറ്റേ ദിവസം ഞങ്ങളെ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കസൂരി ഡിസൈൻ ഡ്രസ്സൊക്കെ അടിപൊളിയല്ലേ? 4 പേർക്കും വെറൈറ്റി ആയിട്ട് ഉദ്ഘാടനത്തിനുള്ള ഡ്രസ്സ്. ഐ ലവ് യു ബേബി. അധികം പരസ്യം ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവിടെ ബ്ലോക്ക് പ്രശ്നമാണ്. അവർക്ക് ഫൈൻ കിട്ടും പരസ്യം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും. ആളുകൾ അത്യാവശ്യം കൂടി. വളരെ പ്രാർത്ഥനയോടുകൂടി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. 1ാം സമ്മാനം ഒരാളെ സെലക്ട് ചെയ്തിട്ട് 1 പവൻ സ്വർണ്ണമൊക്കെ കൊടുത്തു. അതേ അവിടുത്തെ പാകിസ്ഥാനികൾ വരെ വന്ന് ഫോട്ടോ എടുത്തു. ഞാൻ ചോദിച്ചു, പാകിസ്ഥാനിക്ക് നിങ്ങൾക്ക് എന്നെ അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൽ പറഞ്ഞു, സബ് ലോഗ് ഫോട്ടോ കിച്ചറ ആരോ ആണെന്ന് വിചാരിച്ചിട്ട് എടുത്താണ് പാവം. നമ്മൾ ഷഫീഖ് ഭായ് ഒക്കെ വന്നു. ഷാർജയിൽ നിന്ന് കാർ ഓടിച്ചു വന്നു. മിനി മനോജ് അവരൊക്കെ വന്നു. ഇഷ്ടം, ആളുകളുടെ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുകയാണ്. ഇത് നമ്മുടെ പഴയ ഒരു കൂട്ടുകാരനാണ്. അവരൊക്കെ വന്നു. തിരിച്ച് റൂമിലെത്തി. കുഞ്ഞാവ് നല്ല ഉറക്കായിരുന്നിട്ടോ. റൂമിലൊക്കെ എത്തി. ഞങ്ങൾ പിന്നെ ഡ്രസ്സ് മാറി ഒന്ന് നടക്കാൻ ഇറങ്ങി. ഇവരാദ്യമായിട്ടാണ് ദുബായ് പരിപാടികൾ. ഞാൻ കുറേ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മന്തിയിൽ നിന്ന് തുടങ്ങി. മന്തി വൻ പരാജയമായിരുന്നു. നാട്ടിലെ മന്തി അപ്പോൾ ടേസ്റ്റ്. ദുബായ് ഒന്ന് കറങ്ങാനിറങ്ങി. പിറ്റേ ദിവസം രാവിലെ മരുഭൂമിയിലേക്കുള്ള പോക്ക്. അതിനെന്താ പറയുക, ഡെസേർട്ട് സഫാരി. ഇവർക്കറിയില്ല എന്തിനാ പോകണമെന്ന് അറിയില്ല. അവിടെ എത്തി, മരുഭൂമിയിലെത്തി. ഒരു സൈക്കോ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ സൈക്കോ ഡ്രൈവർ. അവന്മാർ നമ്മളെ ഇട്ട് കാറിളക്കി മറിച്ച്. ഞാനുണ്ടല്ലോ കുറേ പ്രാവശ്യം പോയിട്ട് ഒരു 50 തവണയൊക്കെ ദുബായി പോയിട്ടുണ്ടാവും പ്രോഗ്രാമിനായിട്ട്. പക്ഷേ ഞാൻ രാവിലെ പോവുക, പ്രോഗ്രാം ചെയ്യുക, പിറ്റേ ദിവസം രാവിലെ കൊണ്ട് പോരുക എന്നല്ലാതെ ഈ വക ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല അവിടെ. ഇപ്രാവശ്യം ഫാമിലി അല്ലേ, 7 ദിവസത്തെ ലീവ് എടുത്തു. കുഞ്ഞാവ കാരണം കേട്ടോ. സൈക്കോ ഡ്രൈവർ അതേളാന്ന് വിചാരിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നഗ്ന സത്യം മനസ്സിലാക്കി. മാടമ്പള്ളിയിലെ യഥാർത്ഥ സൈക്കോ നമ്മുടെ മോനായിരുന്നു ആദ്യം. വലിയ വണ്ടി പോയില്ലേ, അതിന്റെ 10 ഇരട്ടിയാണ്. നശിക്കുന്നുണ്ടല്ലോ വണ്ടികളെ കുറിച്ച് ഭയങ്കര വിവരമാണ്. അവിടെ ജീവാഗൺ വണ്ടിയില്ലേ, ജീവാഗൺ, അത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു ഇതേ ബെൻസിൻ്റെ താറ് പോണു. അവിടെ ബെല്ലി ഡാൻസിനായിരുന്നു. കുഞ്ഞാവട്ട് ബെല്ലി ഡാൻസറൊപ്പം പോയിട്ട് ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ബാസ്ക്കറ്റിൻ്റെ ഷോറൂം ഉദ്ഘാടനം കഴിഞ്ഞു. മരുഭൂമിയിലുള്ള കറക്കം കഴിഞ്ഞു. സ്വീറ്റ് ബാസ്ക്കറ്റിൻ്റെ ഷാർജ ഷോറൂമിലേക്ക്, ബേക്കറിയിലേക്ക് പോയിട്ട് അവിടെ നമ്മുടെ പ്രിയപ്പെട്ട ദിത്യനും വഹാബും പിന്നെ പ്രബീഷ് ഭായും എല്ലാവരും കണ്ടു. മക്കളൊക്കെ ആയിട്ട് കളിച്ചു. എന്നിട്ട് യാത്ര പറഞ്ഞു. ടടേങ്, നമ്മൾ വന്ന പരിപാടി കഴിഞ്ഞു. ഇനി 5 ദിവസം ബാക്കിയുണ്ട്. ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാട്ടിലാവുമ്പോൾ ഇവിടെ രാവിലെ ഞാൻ എഴുന്നേൽപ്പിക്കും, ഇവള് കിടന്നുറങ്ങും. ദുബായിലായപ്പോൾ ഞാൻ ഉറങ്ങുന്നു, ഇവള് എന്നെ ചവിട്ടി എഴുന്നേൽപ്പിക്കുന്നു. എഴുന്നേൽക്കേണ്ടി വന്നു. അറ്റ്ലാന്റിസ് അവിടെ നിന്നൊരു ഡിന്നർ പോയി അടിക്കാമെന്ന് പറഞ്ഞു. പോയി അടിച്ചു. അമ്മ കിടലൻ ഡിന്നറാട്ടോ. അവിടെ കിട്ടാത്ത ഫുഡൊന്നുമില്ല. അറ്റ്ലാന്റിസിൽ വന്ന് ഡിന്നർ ബുക്ക് ചെയ്തിട്ട് കണ്ട സാധനം കണ്ടിട്ടേ ബിരിയാണി ഉണ്ടാവുക വെച്ചിട്ട് നടക്കണം നമ്മുടെ കാര്യം. എവിടെ ബിരിയാണി. അത് കഴിഞ്ഞിട്ട് ഇബിനുവിനെ വിളിച്ചപ്പോൾ ഇബിനു പറഞ്ഞു നമുക്ക് ഇന്നത്തെ താമസം ഷിപ്പിലാക്കാം. എന്നാൽ ക്യൂൻ എലിസബത്ത് ഷിപ്പ്. അവിടെ പോയി അവിടെ ഒരു നൗഷാദ് ഭായ് ഒക്കെ ഉണ്ടായിരുന്നു. നൗഷാദ് ഭായ് മൊത്തം കറക്കി കാണിച്ചു തന്നു കേട്ടോ. എലിസബത്ത് നഷിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം ഇവള് ക്യൂൻ എലിസബത്തിൻ്റെ ഒരു സീരീസ് കാണാറുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ ഇതിൽ ഓർമ്മ വന്നു. ഷിപ്പാണ്, കപ്പലിലാണ് ഹോട്ടൽ താമസം. നല്ല അനുഭവമായിരുന്നു. കപ്പൽ പെയിന്റ് അടിക്കും. ഇതാണ് നമ്മുടെ ചങ്ക് ആഷിർബിനും കുടുംബവും. ദുബായ് വരുമ്പോൾ മൊത്തം എൻ്റെ യാത്ര മുഴുവൻ ഇവൻ്റെ കൂടെയാണ്. അങ്ങനെ ദുബായിൽ നിന്നും സമ്പാദിച്ച പൈസ മുഴുവൻ ദുബായിൽ തന്നെ ചെലവഴിച്ച് ഞങ്ങൾ തിരിച്ചു മടങ്ങുകയാണ്. ഓക്കെ, ബായ്.